നമ്മൾ പെഗ് മെഷർ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഷോർട്ടായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു അതിന്റെ മേക്കിംഗ് വീഡിയോ, അവർക്കത് ഉണ്ടാക്കണം, മേക്കിംഗ് വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വന്നു. അപ്പോൾ ആ മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു 120 കൂടെ ഒന്ന് എടുത്തു നോക്കാം. നമ്മളൊരു ബസർ ആദ്യം എടുത്തിട്ടുണ്ട്. ആ ബസറിലേക്ക് ഇതുപോലെ അതിൻ്റെ പോസിറ്റീവ് ലൈനിൽ ഒരു റെഡും നെഗറ്റീവിൽ ഇതുപോലെ ഒരു ബ്ലൂവും വയർ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജമ്പർ വയറാണ് നമ്മളിതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ബ്ലൂടൂത്തിൻ്റെ ഒരു മൊഡ്യൂളാണ്. ഇതും എല്ലാ ഷോപ്പുകളും ഇലക്ട്രോണിക് ഷോപ്പുകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂളാണ്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു മോസ്ഫെറ്റ് മൊഡ്യൂളാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ്, ഓൺലൈനിലും അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഒരു റെഗുലേറ്റിംഗ് ഐസിയും കൂടെ എടുത്തിട്ടുണ്ട്, 5 വോൾട്ടിൻ്റെ വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, ഓൺലൈനിലും. പിന്നെ നമ്മളൊരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്, അതായത് ലാപ്ടോപ്പിൻ്റെ ഒരു അഡാപ്റ്ററാണ് നമുക്ക് 20 വോൾട്ടിൻ്റെ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബോർഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രിനോയുടെ മെഗാ എന്ന് പറഞ്ഞ ബോർഡാണ് പ്രോഗ്രാമിംഗ് ബോർഡായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളൊരു സോളിനോയിഡ് വാൽവും, അതായത് ഈ ഐറ്റം കടന്ന് വരാൻ വേണ്ടിയിട്ടൊരു സോളിനോയിഡ് വാൽവും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അഡ്രിനോയുടെ കൂടെ ഇതുപോലെ ഈ കേബിൾ നമുക്ക് കിട്ടും. ഈ കേബിൾ കിട്ടിയില്ലെങ്കിൽ മസ്റ്റായിട്ട് ഈ കേബിൾ നിങ്ങൾ വാങ്ങിക്കണം. പിന്നെ കുറേ ജമ്പർ വയറുകളും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്, അത് കുറച്ചെണ്ണം വാങ്ങിച്ച് വെക്കുക. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ലൈൻ, അതായത് ഈ ബ്ലാക്കാണ് നെഗറ്റീവ് ലൈൻ, അതിലേക്ക് 2 ജമ്പർ വയർ അതിങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിടുക. ഒരു മെയിലും ഒരു ഫീമെയിൽ പോർഷനും ഇതുപോലെ ഈ അഡാപ്റ്ററിൻ്റെ നെഗറ്റീവ് ലൈനിലേക്ക് കണക്ട് ചെയ്തിടുക. പോസിറ്റീവ് ലൈനിൽ ഒരു ജമ്പർ വയർ മാത്രം കണക്ട് ചെയ്തിടുക, അതായത് അതിൻ്റെ മെയിൽ പോർഷൻ കണക്ട് ചെയ്തിടുക, ഫീമെയിൽ പോർഷൻ ഇതുപോലെ ഇടുക. ഇനി ബാക്കി വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിനോയിഡിൻ്റെ പോസിറ്റീവ് ലൈൻ എടുത്ത് നമ്മൾ അതായത് ഈ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന പോസിറ്റീവിലേക്ക് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അഡാപ്റ്ററിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ലൈനിലേക്ക് സോളിനോയിഡിൻ്റെ പോസിറ്റീവ് നന്നായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് പിരിച്ചു വെച്ചാൽ മതി. ഇത് കൂട്ടി പിരിച്ചതിന് ശേഷം മോസ്ഫെറ്റ് മൊഡ്യൂളിൻ്റെ പോസിറ്റീവ് ലൈനിലേക്ക് അതിൻ്റെ സ്ക്രൂ ഒന്ന് ലൂസാക്കിയതിന് ശേഷം അതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കണം, ഈ വയർ. അതിനുശേഷം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. സോളിനോയിഡിൻ്റെ നെഗറ്റീവ് ലൈൻ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക്, അതായത് സെൻറ്ററിൽ വരുന്ന ഔട്ട്പുട്ടിലേക്ക് നമ്മളിതൊന്ന് കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട് വയർ. ഇനി ചാർജറിൻ്റെ നെഗറ്റീവ് ലൈനിലേക്ക് നമ്മൾ 2 ജമ്പർ വയറുകൾ കണക്ട് ചെയ്തായിരുന്നു. അത് ഈ മൊഡ്യൂളിൻ്റെ നെഗറ്റീവ് ലൈനിലേക്ക് നമ്മൾ ഇതുപോലെ അതും കൂടെ ഒന്ന് കൊടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, വയറിങ് ഇവിടുത്തെ ഈ ഭാഗത്തെ വയറിങ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി റെഗുലേറ്റിംഗ് ഐ സി ഐയിലേക്കുള്ള കണക്ഷനാണ്. ഈ റെഗുലേറ്റിംഗ് ഐ സിയുടെ ആദ്യത്തെ കാലിലേക്ക് നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് ലൈനും ഇതിൻ്റെ നടുക്ക് വശത്തെ, അതായത് സെൻറ്ററിൽ വരുന്ന കാലിലേക്ക് ഈ നെഗറ്റീവ് ലൈനും കൂടെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ഈ റെഗുലേറ്റിംഗ് ഐ സി എന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ജമ്പർ വയറും കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇടുന്നുണ്ട്. അതിൻ്റെ ഫീമെയിൽ പോർഷൻ ഇതുപോലെ ഈ റെഗുലേറ്റിംഗ് ഐ സിയിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ വെളിയിലേക്ക് ഒന്ന് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 കണക്ഷൻ നമുക്ക് വെളിയിലേക്ക് കിട്ടും. പിന്നീട് നമ്മളിതാ ഈ അഡ്രിനോ മെഗാ എന്ന് പറഞ്ഞ ഈ ബോർഡ് എടുത്തിട്ട് ഇതിനകത്തേക്ക്, അതായത് VN എന്ന് പറയുന്ന ഇതിലേക്ക് VN എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് ഈ റെഗുലേറ്റിംഗ് ഐ സിയിൽ നിന്ന് എടുത്ത ആ ഓറഞ്ച് വയർ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്രൗണ്ടായിട്ട് ഈ ഗ്രൗണ്ട് എന്ന് എഴുതിയിരിക്കുന്നതിലേക്ക് നെഗറ്റീവ് ലൈനും ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മോസ്ഫെറ്റ് മൊഡ്യൂളിൽ വരുന്ന PWM എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നിടത്തു നിന്ന് 2 വയറിൻ്റെ കണക്ഷനും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. PWM എന്ന് പറഞ്ഞ് വരുന്ന കണക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മെഗായുടെ 12 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കൊടുക്കണം. അതിൻ്റെ ഗ്രൗണ്ട് സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ ഗ്രൗണ്ടിലേക്കും കൊടുക്കുക. പിന്നെ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ 2 ലൈനും കൂടെ എടുത്ത് നമ്മൾ ഈ മെഗായിലേക്ക് കൊടുക്കേണ്ട കാര്യമുണ്ട്. ബ്ലൂടൂത്തിൻ്റെ RXഉം TXഉം എന്ന് പറയുന്ന 2 ലൈൻ നമ്മുടെ മെഗാ ബോർഡിലേക്ക് തിരിച്ചു കൊടുക്കുക. അതായത് ബ്ലൂടൂത്തിൽ നിന്ന് വരുന്ന RX എന്നുള്ളത് മെഗായിലെ TXിലേക്കും ബ്ലൂടൂത്തിൻ്റെ TX വരുന്നത് മെഗായിലെ RXിലേക്കും ഇങ്ങനെ കണക്ട് ചെയ്യുക. നമ്മൾ പ്രോഗ്രാമിൻ്റെ
കോഡ് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തു വെക്കാവുള്ളൂ. പിന്നെ ഒരു ബസറിൻ്റെ ലൈനും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുന്നുണ്ട്. അതായത് 10ാം നമ്പറിലേക്ക് ബസറിൻ്റെ പോസിറ്റീവ് ലൈനും ഗ്രൗണ്ട് ഈ ബോർഡിൻ്റെ തന്നെ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ അതായത് കണക്ഷൻ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്താൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മളിതെല്ലാം ഇങ്ങനെ ഈ മൾട്ടിവുഡിൻ്റെ ഒരു പീസർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഈ പ്രോഗ്രാം നമ്മുടെ ഈ അഡ്രിനോയിലേക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഈ കേബിളിൻ്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു. ഇതിങ്ങനെ ഒരു OTG വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ മെഗായിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഉണ്ട്, അതിങ്ങനെ ഒന്ന് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും കണ്ടോ. ഒരു ഗ്രീൻ ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ട് കണ്ടോ. കണക്ഷൻ എല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ കേബിളുമായിട്ട് സ്മാർട്ട് ഫോൺ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അഡ്രിനോ ഡ്രോയിഡ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതുണ്ടോ, അഡ്രിനോ ഡ്രോയിഡ്. ഈ ഒരു ആപ്പാണ്. അതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരുന്നത്. നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം ഇതിനകത്തേക്ക് ചുമ്മാ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. ശേഷം ഇതിൻ്റെ 3 ഡോട്ട് ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് ഉണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിൽ സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഈ ബോർഡ് ടൈപ്പും ആപ്പ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കാണിക്കും. ഈ ബോർഡ് ടൈപ്പ് നമ്മൾ ഇതിനകത്ത് കൊടുക്കണം. ഇതിനകത്ത് നമുക്ക് ഈ അഡ്രിനോ എന്ന് പറയുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അഡ്രിനോയെ ക്ലിക്ക് ചെയ്യുക. ഈ അഡ്രിനോയുടെ തന്നെ കുറേ വെറൈറ്റീസ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഈ മെഗാ എന്നുള്ളതായതുകൊണ്ട് ഈ മെഗാ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് യൂനോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡലുകളുണ്ട്. നിങ്ങൾ ഏതാണോ ബോർഡ് എടുക്കുന്നത് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ കണ്ടോ, ഈ ഒരു സ്റ്റാർ, ഒരു ഫ്ലാഷിന്റെ ഒരു സിമ്പിള്, അത് അതിന്റെ കമ്പൈൽ ചെയ്യുന്ന സിമ്പിളാണ്. അവത്തേലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് കമ്പൈൽ ചെയ്യണോ വേണ്ടയോ ഇങ്ങനെ ഒരു വിൻഡോ വരും. അത് യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് കമ്പൈൽ സ്റ്റാർട്ടഡ് എന്നും പറഞ്ഞ് കാണിക്കും. കമ്പൈൽ ഫിനിഷായി. ഈ കമ്പൈലിങ് ഫിനിഷായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇത് കണ്ടോ, താഴേക്ക് ഒരു ആരോയുടെ ബട്ടൺ ഇതെവിടെ ഏറ്റവും ടോപ്പിലുണ്ട്. ഈ ടോപ്പിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആക്സസ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് ചോദിക്കും. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലോഡിങ് ഒരു സെക്കൻഡ് പോലും എടുക്കത്തില്ല. അപ്ലോഡിങ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ മൊബൈലിലുള്ള ആ ഒരു പ്രോഗ്രാം നമ്മൾ ഈ ബോർഡിനകത്തേക്ക്, അതായത് ഈ അഡ്രിനോ മെഗായിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ഒരു സൈസിലുള്ള ഒരു ബോട്ടിലെടുത്ത് ഇതുപോലെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒന്ന് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പ് വശം, അതായത് ബോട്ടിലിൻ്റെ ഏറ്റവും ബോട്ടം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അടച്ചതിന് ശേഷം നമ്മുടെ ആ വാൽവിലേക്ക്, സോളിനോട് വാൽവിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ട് കണ്ടോ, ഈ മൾട്ടിവുഡിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അതിന്റെ കണക്ഷൻ കൊടുത്ത് നമ്മളെല്ലാം ഓൺ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂടൂത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അതിന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയൽ ബ്ലൂടൂത്ത് ടെർമിനൽ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ആണേ. ഇത് എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇതിന്റെ മേളുവശത്ത് നമ്മളിങ്ങനെ ഈ ഒരു പോർഷനിൽ, അതായത് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കണക്ടിങ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ HC05 എന്ന് പറയുന്ന ഒരു ഇതാണ് കണക്ട് ആകുന്നത് കണ്ടോ. നമ്മുടെ ആ ബോർഡുമായിട്ട്, ബ്ലൂടൂത്തിന്റെ മൊഡ്യൂളുമായിട്ട് അത് കണക്ട് ആയിട്ടുണ്ട്. ഇതിപ്പോ കണക്ട് ആകുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഡിവൈസ് എന്നുള്ളിടത്ത് പോയിട്ട് ഈ HC05 എന്നുള്ളതൊന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. ബ്ലൂടൂത്ത് കണക്ട് ആവും. ഇനി നമുക്ക് ആവശ്യമുള്ള അളവ്, അതായത് ഇപ്പൊ എത്ര അളവാണെന്ന് വേണ്ടത് എവിടെയോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ നമുക്ക് 90 വേണ്ടെങ്കിൽ 90 ടൈപ്പ് ചെയ്യുക, സെൻഡ് കൊടുക്കുക. കണ്ടോ, 90 വീഴുന്നുണ്ടേ. കൃത്യമായിട്ട് 90 ആയി കഴിയുമ്പോൾ അത് ഇങ്ങനെ സ്റ്റോപ്പ് ആകുന്നതാണ് കണ്ടോ. ഇതിനകത്തു നിന്നുള്ളത് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും കണ്ടോ. ഇപ്പൊ 20 ml ഇപ്പൊ സ്മോൾ ആയിട്ട് ഒഴിക്കണമെങ്കിൽ നമുക്ക് 20 ml കൊടുത്തു കഴിഞ്ഞാൽ ആ 20 ml കറക്റ്റ് ആയിട്ട് വീണോളും കണ്ടോ. 20 ml കഴിയുമ്പോൾ നിൽക്കും. 1 ml 2 ml എത്ര ml വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഒരു 120 കൂടെ ഒന്ന് എടുത്തു നോക്കാം. 120 നമ്മൾ ഇതിൽ കൊടുത്തിട്ട് ഇവിടെ സെൻഡ് പ്രസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. കറക്റ്റ് ക്ലീൻ വർക്കിംഗ് ആണ്. നല്ല കറക്റ്റ് ആയിട്ട് തന്നെ വീണുകൊണ്ടിരിക്കും.